we discuss a problem related to subcooling. നമ്മൾ ഇന്നത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ വേപ്പർ കംപ്രഷൻ സൈക്കിൾ വിത്ത് സബ്കൂളിംഗ് ആണ്. സബ്കൂളിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പ്രോബ്ലമാണ്. ലെറ്റ്സ് സീ ദ പ്രോബ്ലം. എ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേറ്റർ uses R12 as refrigerant and the liquid evaporates in the evaporator at minus 15 degrees Celsius. ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം അത് വർക്ക് ചെയ്യുന്നത് R12 എന്ന് പറയുന്ന ഒരു റെഫ്രിജറൻറ്റ് യൂസ് ചെയ്താണ്. ഇനി ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഇവാപ്പറേറ്റർ വർക്ക് ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മൈനസ് 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്ന് പറഞ്ഞാൽ മൈനസ് 15 ഡിഗ്രി സെൽഷ്യസിലാണ് ലിക്വിഡ് ടു വേപ്പർ ട്രാൻസ്ഫോർമേഷൻ നടക്കുക. ഇനി the temperature of this refrigerant at the delivery from the compressor is 15 degrees Celsius when the vapor is condensed at 10 degrees Celsius. അതായത് ഇവിടെ കംപ്രസറിൻ്റെ എക്സിറ്റിലെ റെഫ്രിജറൻറ്റ് വേപ്പറിൻ്റെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 15 ഡിഗ്രി സെൽഷ്യസ്. അതോടൊപ്പം തന്നെ കണ്ടൻസർ വർക്ക് ചെയ്യുന്ന ടെമ്പറേച്ചറും തന്നിട്ടുണ്ട് 10 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്ക് മനസ്സിലായി കണ്ടൻസറിൽ വേപ്പർ ടു ലിക്വിഡ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ആ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ കംപ്രസറിൻ്റെ എക്സിറ്റിലെ റെഫ്രിജറൻറ്റ് വേപ്പറിൻ്റെ ടെമ്പറേച്ചർ 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഔത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി കംപ്രസറിൻ്റെ എക്സിറ്റിലുള്ള ആ റെഫ്രിജറൻറ്റ് വേപ്പറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡാണ്. കാരണം കണ്ടൻസർ ടെമ്പറേച്ചറിനേക്കാളും കൂടിയ ടെമ്പറേച്ചറാണ് എക്സിറ്റ് ടെമ്പറേച്ചർ. സോ സൂപ്പർ ഹീറ്റഡ് വേപ്പറാണ് കംപ്രസറിൻ്റെ എക്സിറ്റ് കണ്ടീഷൻ എന്ന് മനസ്സിലായി. ഇനി നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫൈൻഡ് ദ COP, കോയിഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്, ഇഫ് ദർ ഈസ് നോ അണ്ടർ കൂളിംഗ് ഇല്ലാത്ത ഒരു കേസിലുള്ള COP കണ്ടുപിടിക്കണം. ദെൻ ദ ലിക്വിഡ് ഈസ് കൂൾഡ് ബൈ 5 ഡിഗ്രി സെൽഷ്യസ്. ഇനി നമ്മൾ ഈ ലിക്വിഡിനെ 5 ഡിഗ്രി സെൽഷ്യസ് കൂൾ ചെയ്യുന്നു, അപ്പോഴുള്ള COP എന്താണ് എന്നും കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഒന്ന് അണ്ടർ കൂളിംഗ് ഇല്ലാത്തൊരു കേസും സെക്കൻഡ് വൺ അണ്ടർ കൂളിംഗ് ചെയ്യുമ്പോഴുള്ള കേസിലെയും COPകൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ഇവിടെ നമുക്ക് സ്പെസിഫിക് ഹീറ്റ് തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഹീറ്റ് ഫോർ ദ സൂപ്പർ ഹീറ്റഡ് വേപ്പർ എന്ന് പറയുന്നത് 0.64 ആണ്. അതുപോലെ തന്നെ സ്പെസിഫിക് ഹീറ്റ് ഫോർ ദ ലിക്വിഡ് എന്ന് പറയുന്നത് 0.94 ആണ്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ സബ് കൂൾഡ് ലിക്വിഡ് അല്ലെങ്കിൽ അണ്ടർ കൂളിംഗ് പ്രോസസ്സിലെ ആ ഡയഗ്രം ഓർക്കണം. ഔത്തിൽ നമുക്ക് നിങ്ങൾ 2, 3-3 എന്ന് പറയുന്ന ഓർക്കണം. നമുക്കതിൽ 2-ലെ എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ആ ഇക്വേഷൻ H2 = Hg2 + Cp × T2 - T2 എന്ന് പറയുന്ന ഇക്വേഷനാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അവിടെ ഉപയോഗിക്കുന്ന CP എന്ന് പറയുന്നതാണ് ഈ സൂപ്പർ ഹീറ്റഡ് വേപ്പറിൻ്റെ CP വാല്യൂ ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി പോയിൻ്റ് 3-ലെ എൻതാൽപ്പി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. H3 = HF3-3-ലെ എൻതാൽപ്പി ആയി HF3- CP × T3- T3. അവിടെ ഉപയോഗിക്കുന്ന ആ CP ആണ് ലിക്വിഡിൻ്റെ CP 0.94. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് CP ലിക്വിഡിൻ്റെയും വേപ്പറിൻ്റെയും രണ്ടാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ അത് കാണിച്ചുകൊണ്ട് പറയുന്നു. ഇനി ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഇവിടെ കംപ്രസറിൻ്റെ എക്സിറ്റ് കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് വേപ്പറാണ്. പക്ഷേ കംപ്രസറിൻ്റെ ഇൻലെറ്റ് കണ്ടീഷൻ നമുക്ക് തന്നിട്ടില്ല. ഇൻലെറ്റ് കണ്ടീഷൻ മേ ബി എ വെറ്റ് വേപ്പർ ആകാം, ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആകാം, സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആകാം. ഇതിലേതാണ് ഇൻലെറ്റ് കണ്ടീഷൻ എന്ന് നമുക്കറിയത്തില്ല. അതറിയാതെ നമുക്ക് pH ഡയഗ്രോ TS ഡയഗ്രോ കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മുടെ ഈ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ എയിം എന്ന് പറയുമ്പം കംപ്രസറിൻ്റെ ഇൻലെറ്റ് കണ്ടീഷൻ എന്താണ്, അത് ഡ്രൈ സാച്ചുറേറ്റഡ് ആണോ, അതോ സൂപ്പർ ഹീറ്റഡ് ആണോ, അതോ വെറ്റ് വേപ്പർ ആണോ എന്ന് പ്രൂവ് ചെയ്യണം. കാരണം കംപ്രസറിൻ്റെ എക്സിറ്റ് സൂപ്പർ ഹീറ്റഡ് ആണ്. അങ്ങനെയെങ്കിൽ ഇൻലെറ്റ് കണ്ടീഷൻ കംപ്രസറിൻ്റെ ഇൻലെറ്റ് വെറ്റ് വേപ്പർ ആയാലും കംപ്രസറിൻ്റെ എക്സിറ്റ് സൂപ്പർ ഹീറ്റഡ് ആകാം. കംപ്രസറിൻ്റെ ഇൻലെറ്റ് എന്ന് പറയുന്നത്
ഡ്രൈ സാച്ചുറേറ്റഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും കംപ്രസറിൻ്റെ എക്സിറ്റ് സൂപ്പർ ഹീറ്റഡ് ആണ്. ഇതുപോലെ കംപ്രസറിൻ്റെ ഇൻലെറ്റ് സൂപ്പർ ഹീറ്റഡ് ആയാൽ ഓഫ് കോഴ്സ് കംപ്രസറിൻ്റെ എക്സിറ്റ് സൂപ്പർ ഹീറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്രസറിൻ്റെ ഇൻലെറ്റിലെ റെഫ്രിജറൻ്റിൻ്റെ കണ്ടീഷൻ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യാൻ സാധിക്കൂ. എനിവേ, അതോടൊപ്പം തന്നെ നമുക്ക് ഡേറ്റാസ് തന്നിട്ടുണ്ട്. നമുക്കിവിടെ കണ്ടൻസർ ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ് 10 ഡിഗ്രി സെൽഷ്യസ്. അതായത് വേപ്പർ ടു ലിക്വിഡ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ടെമ്പറേച്ചറാണ് 10 ഡിഗ്രി സെൽഷ്യസ്. ഇനി ലിക്വിഡ് ടു വേപ്പർ ട്രാൻസ്ഫോർമേഷൻ, അതായത് ഇവാപ്പറേഷൻ നടക്കുന്ന ആ ടെമ്പറേച്ചർ, അതായത് ഇവാപ്പറേറ്റഡ് ടെമ്പറേച്ചറാണ് -15 ഡിഗ്രി സെൽഷ്യസ്. ഇനി -15 ഡിഗ്രി സെൽഷ്യസിലുള്ള ലിക്വിഡിൻ്റെ എൻതാൽപ്പിയും എൻട്രോപ്പിയും നമുക്ക് തന്നിട്ടുണ്ട്. ലിക്വിഡിൻ്റെ എൻതാൽപ്പി ഇതാണ്, ലിക്വിഡിൻ്റെ എൻട്രോപ്പി ഇതാണ്. ഇതുപോലെ -15 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേപ്പറിൻ്റെ എൻതാൽപ്പിയും എൻട്രോപ്പിയും നമുക്ക് തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ കണ്ടൻസർ ടെമ്പറേച്ചറായ 10 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിക്വിഡിൻ്റെ എൻതാൽപ്പിയും എൻട്രോപ്പിയും നമുക്ക് തന്നിട്ടുണ്ട്. വേപ്പറിൻ്റെ എൻതാൽപ്പിയും എൻട്രോപ്പിയും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സിസ്റ്റം pH ഡയഗ്രാമും TH ഡയഗ്രാമും വരയ്ക്കണം. അതുപോലെ തന്നെ COP കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇനി ആദ്യത്തെ കാര്യം എങ്ങനെ കംപ്രസറിൻ്റെ ഇൻലെറ്റ് കണ്ടീഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കംപ്രസറിൻ്റെ എക്സിറ്റ് കണ്ടീഷൻ മനസ്സിലായി, സൂപ്പർ ഹീറ്റഡ് ആണ്. അതിന് കാരണം 0.2 അതാണ് കംപ്രസറിൻ്റെ എക്സിറ്റ്. അവിടുത്തെ ടെമ്പറേച്ചർ 15 ഡിഗ്രി സെൽഷ്യസ് ആണ്, എന്നാൽ കണ്ടൻസറിലെ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഓഫ് കോഴ്സ് കംപ്രസറിൻ്റെ എക്സിറ്റ് സൂപ്പർ ഹീറ്റഡ് ആണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ആ 0.2വിലെ എൻട്രോപ്പി എന്താണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് 0.1ലെ റെഫ്രിജറൻറ്റിൻ്റെ കണ്ടീഷൻ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പാണിത്. അപ്പോൾ 0.2വിലെ എൻട്രോപ്പി എന്താണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ഡയഗ്രാം നോക്കാം. ഇപ്പോൾ ഈ ഡയഗ്രാം വരച്ചിട്ടില്ല എങ്കിലും ജസ്റ്റ് 2 കാണിക്കാൻ വേണ്ടിയാണ്. 0.2വിലെ നമുക്ക് എൻട്രോപ്പിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം 0.2വിലെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ 0.2 എന്തുമാത്രം എൻട്രോപ്പി ഉണ്ടോ അതേ പ്ലസ് CP × ln T2 / T2 ആണ്. അതാണ് ഇക്വേഷൻ. നമ്മൾ നേരത്തെയുള്ള പ്രോബ്ലത്തിലൊക്കെ ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ S2വിലെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ 2ലെ എൻട്രോപ്പി എന്താണോ S2 പ്ലസ് CP ഓഫ് ദ വേപ്പർ ഇൻറ്റു ln T2 / T2. ഇവിടെ 2 എന്ന് പറയുന്ന പോയിന്റ് സാറ്റുറേറ്റഡ് വേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ S2 നമുക്ക് ഇങ്ങനെ വിളിക്കാം, SG2 എന്നും വിളിക്കാം. അപ്പോൾ S2 = SG2 പ്ലസ് CP ഓഫ് വേപ്പർ ഇൻറ്റു ln T2 / T2. ഇനി SG2 എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന പോയിന്റ് നമുക്കറിയാം 2ലെ ടെമ്പറേച്ചറും എന്ന് പറയുന്നത് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. കാരണം 2 എന്ന് പറയുന്ന പോയിന്റ് കണ്ടൻസർ പോയിന്റ്, കണ്ടൻസറിൽ നടക്കുന്ന ആ പ്രോസസ്സിലെ ഒരു പോയിന്റാണ്. സോ 2ലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതോടൊപ്പം 2ലെ കണ്ടീഷൻ എന്താണ്? ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറാണ്. അപ്പോൾ 2ലെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ 10 ഡിഗ്രി സെൽഷ്യസിലെ വേപ്പറിന് എൻട്രോപ്പി എന്താണോ ഉള്ളത് ആ എൻട്രോപ്പി വാല്യൂ ആയ ഈ വാല്യൂ ആണ് S2ലെ എൻട്രോപ്പി. അല്ലെങ്കിൽ നമ്മൾ അതിനെ S2 എന്ന് വിളിക്കും, അല്ലെങ്കിൽ SG2 എന്ന് വിളിക്കും. സോ SG2 എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. അതായത് 0.2 എന്ന് പറയുന്നത് അവിടുത്തെ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓൾസോ 0.2 എന്ന് പറയുന്നത് ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പറാണ്. സോ 10 ഡിഗ്രി സെൽഷ്യസിലുള്ള സാറ്റുറേറ്റഡ് വേപ്പറിൻ്റെ എൻട്രോപ്പിയുടെ വാല്യൂ എത്രയാണോ ആ വാല്യൂ ആണ് 0.2ലെ എൻട്രോപ്പി. സോ S2 = SG2 = ദിസ് വാല്യൂ. അപ്പോൾ അതാണ് നമ്മൾ ആ വാല്യൂ എഴുതിയിരിക്കുന്നത്, SG2 0.6921. ഇനി CP ഓഫ് ദ വേപ്പർ നമുക്ക് തന്നിട്ടുണ്ട് 0.64. T2 നമുക്കറിയാം, T2 നമുക്കറിയാം, അത് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ എല്ലാ വാല്യൂസും അറിയാവുന്നതുകൊണ്ട് നമ്മൾ S2 കാൽക്കുലേറ്റ് ചെയ്യുന്നു.
ആ S2-ൻ്റെ വാല്യൂ നമുക്ക് 0.7034 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്ന വാല്യൂ കിട്ടുന്നു. അപ്പോൾ 0.2-ലെ എൻട്രോപ്പി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ 0.2-ലെ എൻട്രോപ്പി എന്താണ്, അത് തന്നെയാണ് 0.1-ലെ എൻട്രോപ്പി. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. നമ്മൾ 1-ലെ റെഫ്രിജറൻ്റ് കണ്ടീഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. 0.2-ലെ എൻട്രോപ്പി എന്ത് തന്നെയാണോ അത് തന്നെയാണ് 0.1-ലെ എൻട്രോപ്പി. ഇനി ഈ 0.1 എന്ന് പറയുന്നത് നമുക്കറിയാം 15 ഡിഗ്രി സെൽഷ്യസാണ്. ഞാനിപ്പോൾ എടുക്കുന്നു 0.1 എന്ന് പറയുന്നത് ഇവാപ്പറേറ്ററിലാണ്. ആ 0.1 ഞാനിപ്പം അസ്യൂം ചെയ്യുകയാണ്. നമ്മുടെ 0.1 എന്ന് പറയുന്നത് ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പറാണ് എന്ന് അസ്യൂം ചെയ്യുന്നു എന്ന് കരുതുക. ഓക്കെ, അതായത് കംപ്രസറിൻ്റെ ഇൻലെറ്റ് കണ്ടീഷനായ 0.1 അവിടെയുള്ളത് ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പറാണ്. അങ്ങനെ ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പർ ആണ് എങ്കിൽ 0.1 അവിടുത്തെ ടെമ്പറേച്ചർ എന്തായിരിക്കും വരിക? ഓഫ് കോഴ്സ് -15 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇനി 0.1 എന്ന് പറയുന്നത് ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പർ ആണെങ്കിൽ അവിടുത്തെ എൻട്രോപ്പി വരേണ്ടത് -15 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ട് വേപ്പറിൻ്റെ എൻട്രോപ്പി എന്താണോ അതായിരിക്കും ശരിക്കും ആ 0.1-ലെ എൻട്രോപ്പി. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, 0.1 നമ്മളൊന്ന് അസ്യൂം ചെയ്യുവാണ്. 0.1 ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പർ ആണെന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്യുന്നു. അങ്ങനെ ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പർ ആണ് എങ്കിൽ 0.1-ലെ ടെമ്പറേച്ചർ -15 ആയിരിക്കും. അപ്പോൾ 0.1 ഡ്രൈ സാറ്റുറേറ്റഡ് ആണ്, അവിടുത്തെ ടെമ്പറേച്ചർ -15 ആണ്. അപ്പോൾ 0.1-ലെ എൻട്രോപ്പിയുടെ വാല്യൂ എന്തായിരിക്കും? നമുക്കതിനെ S1 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ SG1 എന്ന് വിളിക്കാം. അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? -15 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേപ്പറിൻ്റെ എൻട്രോപ്പി വാല്യൂ എന്താണോ ഇതായിരിക്കും ആ SG1 എന്ന് പറയുന്ന വാല്യൂ, അല്ലെങ്കിൽ S1-ലെ എൻട്രോപ്പി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ അസ്യൂം ചെയ്തത് നോക്കാം. S2-ലെ എൻട്രോപ്പി നമുക്ക് കിട്ടി. ഏതാണ്? 0.7034 എന്ന വാല്യൂ കിട്ടി. ഇനി നമ്മൾ 0.1 അസ്യൂം ചെയ്തു. 0.1 ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പർ ആണ് എങ്കിൽ അവിടുത്തെ എൻട്രോപ്പി എന്ത് വരാം? 0.7051 വരാം. ഓക്കെ, അപ്പോൾ S1-ലെ എൻട്രോപ്പി നമുക്കിപ്പോൾ 0.7051 അസംഷൻ ആണ് ആ വാല്യൂ, അത് നമ്മൾ എടുക്കുന്നു. പക്ഷേ ആക്ച്വലി ഉള്ള S2-ൻ്റെ വാല്യൂ കിട്ടി 0.7034. ഇനി ഒരു കാര്യം കൂടെ നമുക്കറിയാം, S2-ഉം S1-ഉം ഈക്വലാണ്. അങ്ങനെയെങ്കിൽ ഈ വാല്യൂ നോക്കി 0.7034. ഇനി നമ്മൾ അസ്യൂം ചെയ്ത S1-ലെ വാല്യൂ എന്താണ്? 0.7051. അതായത് ഇത് 0.7034 ആണ്, ഇത് 0.7051 ആണ്. അതായത് അസംഷനിൽ എടുത്ത 0.1-ലെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ആക്ച്വലുള്ള എൻട്രോപ്പി, അതായത് S2-ലെ നമ്മൾ ആക്ച്വലി കണ്ടുപിടിച്ച ഈ എൻട്രോപ്പി അത് തന്നെ ആയിരിക്കുമല്ലോ ആക്ച്വൽ S1-ലെ എൻട്രോപ്പി. സോ അസ്യൂം ചെയ്ത ആ എൻട്രോപ്പി ആയ വാല്യൂ 0.7051 ആണ്. എന്നാൽ ആക്ച്വലി ഉള്ള എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ 0.7034 ആണ്. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എന്ത് മനസ്സിലായി? അസ്യൂം ചെയ്തതിനേക്കാളും കുറവാണ് S1-ലെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? 0.1 ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പർ അല്ല, അതിൻ്റെയും താഴെയാണ്, മീൻസ് വെറ്റ് വേപ്പറാണ്. അപ്പോൾ അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇഫ് ഇൻലെറ്റ് ടു ദ കംപ്രസർ ഈസ് ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പർ, നമ്മുടെ അസംഷൻ. അങ്ങനെയെങ്കിൽ അവിടുത്തെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ 0.7051 വരും. ഓക്കെ, ഇനി പക്ഷേ ആക്ച്വൽ എൻട്രോപ്പി എന്ന് പറയുന്നത് 0.7034 ആണ്. ഈ ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്ത വാല്യൂവിനേക്കാളും താഴെ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ഔത്തിൽ നിന്ന് എന്ത് മനസ്സിലായി? സോ ദ കണ്ടീഷൻ ഓഫ് ദ റെഫ്രിജറൻറ്റ് ഇൻലെറ്റ് ടു ദ കംപ്രസർ എന്ന് പറഞ്ഞാൽ വെറ്റ് വേപ്പറാന്ന് മനസ്സിലായി. ഇത്തരത്തിൽ ആണ് ചിലപ്പോൾ നമ്മൾ കണ്ടീഷൻ കണ്ടുപിടിക്കുന്നത്. ഇതുപോലെ തന്നെ ചില കേസിൽ നമുക്ക് 0.1-ലെ കണ്ടീഷൻ തരാം, 0.1 വെറ്റ് വേപ്പറാന്ന് തരാം. ഇനി 0.2-ലെ കണ്ടീഷൻ കണ്ടുപിടിക്കേണ്ട കേസ് വന്നെന്ന് വരാം. കാരണം വെറ്റ് വേപ്പർ ആകുമ്പോഴും 0.2 എന്ന് പറയുന്നത് വെറ്റാകാം, സാറ്റുറേറ്റഡ് ആകാം, സൂപ്പർ ഹീറ്റ് ആകാം. അപ്പോൾ 0.2-ലെ കണ്ടീഷൻ കണ്ടുപിടിക്കേണ്ട കേസും വരാം. അപ്പോൾ അത്തരമുള്ള കേസിലൊക്കെ നമ്മൾ ഇതുപോലെ എൻട്രോപ്പി ഇക്വേറ്റ് ചെയ്തുകൊണ്ട്
ആ അസ്യൂം ചെയ്ത വാല്യൂവും ഈ ആക്ച്വൽ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്താണ് എടുക്കുക. അപ്പോൾ നമുക്ക് പോയിന്റ് 1 കിട്ടി. എന്താണ്? വെറ്റ് വേപ്പർ. അങ്ങനെയെങ്കിൽ നമുക്ക് പോയിന്റ് 1 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അണ്ടർ കൂളിംഗ് ഇല്ലാത്തൊരു പ്രോസസ്സ് വരയ്ക്കാം. 1 2 2 3 4 1. അതിൻ്റെ ടി എച്ച് ഡയഗ്രാം. ഇനി അത് പി എച്ച് ഡയഗ്രാം ആണെങ്കിൽ 1 2 2 3 4. അങ്ങനെ പി എച്ച് ഡയഗ്രവും ടി എച്ച് ഡയഗ്രവും നമുക്ക് വരയ്ക്കാൻ സാധിച്ചു. 1 എന്ന് പറയുന്നത് വെറ്റ് വേപ്പറാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇതുപോലെ തന്നെ അണ്ടർ കൂളിംഗ് ഉള്ള കേസാകുമ്പോൾ നമ്മൾ അഗെയിൻ 1 2 2 3 3 4 1. അതുപോലെ തന്നെ 1 2 2 3 3 4 1. അപ്പോൾ നമുക്ക് പി എച്ച് ഡയഗ്രാം ടി എച്ച് ഡയഗ്രാം രണ്ട് കേസിലും, അണ്ടർ കൂളിംഗ് ഇല്ലാത്ത കേസിലും അണ്ടർ കൂളിംഗ് ഉള്ള കേസിലും നമുക്ക് വരയ്ക്കാൻ പറ്റി. ഇനി നമുക്ക് രണ്ടിൻ്റെയും സി ഒ പി കാൽക്കുലേറ്റ് ചെയ്യണം. സി ഒ പി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ പോയിന്റുകളിലെയും എൻതാൽപ്പി കാണണം. എൻതാൽപ്പി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 4ലെ അണ്ടർ കൂളിംഗ് ഇല്ലാത്ത കേസ് നമുക്ക് 4ലെ എൻതാൽപ്പിയും 1ലെ എൻതാൽപ്പിയും 2ലെ എൻതാൽപ്പിയും വേണം. ഇനി അണ്ടർ കൂളിംഗ് ഉള്ള കേസിലാവുമ്പോഴും 4ലെ എൻതാൽപ്പിയും 1ലെ എൻതാൽപ്പിയും 2ലെ എൻതാൽപ്പിയും വേണം. ഓക്കെ, നമുക്കിനി ഗിവൺ ഡേറ്റ നോക്കാം. ഗിവൺ ഡേറ്റയിൽ നമുക്ക് കണ്ടൻസർ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. എത്രയാണ്? 10 ഡിഗ്രി സെൽഷ്യസ്. അതായത് T2 ഈക്വൽ ടു T3. നിങ്ങൾ ശ്രദ്ധിക്കണം, T2 ഈക്വൽ ടു T3 ആണ്. T3 അല്ല, T2 ഈക്വൽ ടു T3 ഈക്വൽ ടു 10 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ T1 ഈക്വൽ ടു T4 ഈക്വൽ ടു -15 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. T2ലെ ടെമ്പറേച്ചറായ 15 ഡിഗ്രി സെൽഷ്യസും തന്നിട്ടുണ്ട്. ഇനി ടെമ്പറേച്ചർ ഡിഫറൻസ് T3 മൈനസ് T3 5 ഡിഗ്രി സെൽഷ്യസ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കണ്ടൻസർ എക്സിറ്റ് വരുന്ന സാച്ചുറേറ്റഡ് ലിക്വിഡിനെ 5 ഡിഗ്രി സെൽഷ്യസ് 5 ഡിഗ്രി സെൽഷ്യസ് അണ്ടർ കൂൾ ചെയ്ത് 3 എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിച്ചു എന്നാണ്. സോ T3 മൈനസ് T3 എന്ന് പറയുന്നത് 5 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദെൻ സി പി ഓഫ് ദ വേപ്പറും സി പി ഓഫ് ദ ലിക്വിഡും നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, T2 ഈക്വൽ ടു T3 ആണ്. ഇത് T3 അല്ല, T3 ആണ്. അത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ഇനി നമുക്ക് കണ്ടൻസർ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ്, ആ 10 ഡിഗ്രി സെൽഷ്യസിലെ ലിക്വിഡിൻ്റെ എൻതാൽപ്പി നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേപ്പറിൻ്റെ എൻതാൽപ്പി തന്നിട്ടുണ്ട്, ലിക്വിഡിൻ്റെ എൻട്രോപ്പി തന്നിട്ടുണ്ട്, വേപ്പറിൻ്റെ എൻട്രോപ്പി തന്നിട്ടുണ്ട്. ഇതുപോലെ -15 ഡിഗ്രി സെൽഷ്യസ് ഇവാപ്പറേറ്റഡ് ടെമ്പറേച്ചറിലെ ലിക്വിഡിൻ്റെ എൻതാൽപ്പി നമുക്ക് തന്നിട്ടുണ്ട്, വേപ്പറിൻ്റെ എൻതാൽപ്പി നമുക്ക് തന്നിട്ടുണ്ട്, ലിക്വിഡിൻ്റെ എൻട്രോപ്പി നമുക്ക് തന്നിട്ടുണ്ട്, വേപ്പറിൻ്റെ എൻട്രോപ്പി നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ എങ്ങനെ നമ്മുടെ ആ പി എച്ച് ഡയഗ്രാം ടി എച്ച് ഡയഗ്രാം ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് വാല്യൂസ് എങ്ങനെ എഴുതുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ആദ്യം 10 ഡിഗ്രി സെൽഷ്യസ് എടുക്കാം. അതായത് കണ്ടൻസറിൽ വരുന്ന പോയിന്റുകൾ ഏതൊക്കെയാണ്? 3 എന്ന് പറയുന്ന പോയിന്റ് കണ്ടൻസറിൽ വരുന്നു. അതുപോലെ തന്നെ നമുക്ക് നോക്കാം, 3 എന്ന് പറയുന്ന പോയിന്റ് കണ്ടൻസറിൽ വരുന്നു, 2 എന്ന് പറയുന്ന പോയിന്റും കണ്ടൻസർ ടെമ്പറേച്ചറായ 10 ഡിഗ്രി സെൽഷ്യസിൽ വരുന്നു. അതായത് T3 ഈക്വൽ ടു T2 ഈക്വൽ ടു 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി 3 അവസ്ഥ എന്താണ്? 3 റെഫ്രിജറൻ്റ് അവസ്ഥ എന്ന് പറഞ്ഞാൽ സാറ്റുറേറ്റഡ് ലിക്വിഡാണ്. അതുകൊണ്ട് 3 എൻതാൽപ്പിനെ നമുക്ക് H3 എന്ന് വിളിക്കാം. അതിനെ നമുക്ക് HF3 എന്ന് വിളിക്കാം. ആ H3 ഈക്വൽ ടു HF3 ഈക്വൽ ടു എന്താണ് ആ വാല്യൂ? 10 ഡിഗ്രി സെൽഷ്യസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിക്വിഡിൻ്റെ എൻതാൽപ്പിയായ ഈ വാല്യൂ ആണ് H3 ഈക്വൽ ടു HF3. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ് 2 എന്ന് പറയുമ്പം സാറ്റുറേറ്റഡ് വേപ്പറാണ്. അപ്പം അതുകൊണ്ട് തന്നെ 2 എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ഡിഗ്രി സെൽഷ്യസിലുള്ള വേപ്പറിൻ്റെ എൻതാൽപ്പി വാല്യൂ എന്താണോ അതാണ് H2, അല്ലെങ്കിൽ നമ്മൾ അതിനെ Hg2 എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് എൻതാൽപ്പി കഴിഞ്ഞു, അടുത്ത എൻട്രോപ്പി കാണണം. എൻട്രോപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് 3 എൻട്രോപ്പി ആവശ്യമില്ല, നമുക്ക് 2 എൻട്രോപ്പിയാണ് ആവശ്യം.
അപ്പോൾ 2' എന്ന് പറയുന്ന പോയിന്റ് സാച്ചുറേറ്റഡ് വേപ്പർ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ എൻട്രോപ്പി എന്ന് പറയുന്നത് S2' ആണ്, അല്ലെങ്കിൽ Sg2' എന്ന് വിളിക്കും. ആ Sg2' വാല്യൂ എന്താണ്? ആ Sg2' വാല്യൂ എന്ന് പറയുന്നത് 10 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേപ്പറിൻ്റെ എൻട്രോപ്പി എന്താണോ ആ വാല്യൂ ആണ് Sg2'. കാരണം 2' എൻട്രോപ്പി, 2' എൻതാൽപ്പി, അതുപോലെ തന്നെ 3' എൻതാൽപ്പി ഒക്കെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് 3' എൻതാൽപ്പി കിട്ടി. 3' കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 കണ്ടുപിടിക്കാൻ അത് ഉപകരിക്കും. ഇനി 2' എൻതാൽപ്പി നമുക്ക് കട്ടി, 2' എൻതാൽപ്പി കിട്ടിക്കഴിഞ്ഞാൽ 2 എൻതാൽപ്പി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ 2' എൻട്രോപ്പിയായ Sg2' നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഇവാപ്പറേറ്ററിലേക്ക് പോകാം. അവിടുത്തെ ടെമ്പറേച്ചറായ -15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഔട്ടിൽ വരുന്ന പോയിന്റുകൾ 0.4 0.1 അതുകൊണ്ട് T4 T1 -15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 1ഉം 4ഉം ആണുള്ളത്. ബട്ട് 4 നമ്മളൊന്നും കണ്ടുപിടിക്കുന്നില്ല, കാരണം 4 എൻതാൽപ്പി എന്ന് പറയുന്നത് 3 എൻതാൽപ്പി തന്നെ ആയിരിക്കും. ഓക്കെ, അത് അണ്ടർ കൂളിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 0.4 എൻതാൽപ്പി എന്ന് പറയുന്നത് 0.3 എൻതാൽപ്പി തന്നെയായിരിക്കും. അണ്ടർ കൂളിംഗ് അല്ലാത്ത കേസ് ആവുകയാണെങ്കിൽ 0.4 എൻതാൽപ്പി എന്ന് പറയുന്നത് 0.3' എൻതാൽപ്പി ആയിരിക്കും. അപ്പോൾ 0.4 എൻതാൽപ്പി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഇനി നമുക്ക് 1 മാത്രമേ ഉള്ളൂ. ആ 0.1 എന്ന് പറയുന്നത് വെറ്റ് വേപ്പറാണ്. അപ്പോൾ നമുക്കറിയാം 0.1 വെറ്റ് വേപ്പർ ആയതുകൊണ്ട് തന്നെ ആ 0.1 എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ H1. ആ 0.1 എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ H1 എന്ന് പറഞ്ഞാൽ HF1 പ്ലസ് ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് 0.1 x1 ഇൻറ്റു Hg1 മൈനസ് HF1. ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ 0.1 എടുക്കുകയാണെങ്കിൽ ഈ 0.1 എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ആ 0.1 ലിക്വിഡ് ആയിരിക്കുമ്പോഴുള്ള ഒരവസ്ഥയുണ്ട്. അവിടുത്തെ എൻതാൽപ്പി പ്ലസ് ഡ്രൈനസ് ഫ്രാക്ഷൻ 0.1 ഡ്രൈനസ് ഫ്രാക്ഷൻ ഇൻറ്റു ഈ ലേറ്റൻ്റ് ഹീറ്റ്. ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Hg മൈനസ് HF. അപ്പോൾ നമുക്ക് നോക്കാം. 0.1 എൻതാൽപ്പി H1 എന്ന് പറഞ്ഞാൽ HF1, അതാണ് ഈ വാല്യൂ, HF1 പ്ലസ് ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് 0.1 x1 ഇൻറ്റു Hg1, അതിതാണ് ഈ പോയിൻ്റാണ് Hg1 മൈനസ് HF1. അതായത് എൻതാൽപ്പി ലിക്വിഡ് ആയിരിക്കുമ്പോഴുള്ള എൻതാൽപ്പി പ്ലസ് ഈ ലേറ്റൻ്റ് ഹീറ്റിൻ്റെ ഒരു പാർട്ട്. എത്ര പാർട്ടാണ്? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലേറ്റൻ്റ് ഹീറ്റിൻ്റെ പാർട്ട്. അപ്പോൾ അതാണ് നമ്മൾ x1 ഇൻറ്റു Hg1 മൈനസ് HF1 എന്ന് എഴുതാൻ കാരണം. അപ്പോൾ നമുക്ക് എൻതാൽപ്പി അറ്റ് 0.1 കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തൊക്കെ വേണം? x1 വേണം, HF1 വേണം, Hg1 വേണം. അപ്പോൾ നമുക്ക് നോക്കാം. -15 ഡിഗ്രി സെൽഷ്യസിലെ ലിക്വിഡിൻ്റെ എൻതാൽപ്പിയാണ് HF, അതുപോലെ വേപ്പറിൻ്റെ എൻതാൽപ്പിയാണ് Hg, ലിക്വിഡിൻ്റെ എൻട്രോപ്പിയാണ് SF, വേപ്പറിൻ്റെ എൻട്രോപ്പിയാണ് Sg. ഇനി 0.1 എടുക്കുകയാണെങ്കിൽ ആ 0.1 നമുക്ക് എന്തൊക്കെ വേണം? HF1 വേണം. ഓക്കെ, ആ HF1 എന്ന് പറയുന്നത് 0.1 ഓൾറെഡി -15 ഡിഗ്രി സെൽഷ്യസ് ആണ് 0.1 ടെമ്പറേച്ചർ. അതുകൊണ്ട് തന്നെ 0.1 HF1 എന്ന് പറയുന്ന വാല്യൂ -15 ഡിഗ്രി സെൽഷ്യസിലെ ലിക്വിഡിൻ്റെ എൻതാൽപ്പി എന്താണോ ആ വാല്യൂ ആണ് HF1. ഇനി Hg1 വേണം H1 കാൽക്കുലേറ്റ് ചെയ്യാൻ. Hg1 എന്ന് പറഞ്ഞാൽ -15 ഡിഗ്രി സെൽഷ്യസിലെ വേപ്പറിൻ്റെ എൻതാൽപ്പി എന്താണോ അതാണ് Hg1. അപ്പോൾ H1 കാൽക്കുലേറ്റ് ചെയ്യാൻ HF1 കിട്ടി, Hg1 കിട്ടി. ഇനി വേണ്ടത് ഡ്രൈനസ് ഫ്രാക്ഷൻ x1 ആണ്. ഇനി ഇതുപോലെ തന്നെ 0.1 എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യണം. എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഇക്വേഷൻ നമുക്കറിയാം. S1 S2 ആണ്, അത് നമുക്കറിയാം. അതോടൊപ്പം തന്നെ S1 SF1 പ്ലസ് x1 ഇൻറ്റു Sg1 മൈനസ് SF1. ക്ലിയർ ആയല്ലോ? അതായത് 0.1 എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ അത് ലിക്വിഡ് ആയിരിക്കുമ്പോഴുള്ള എൻട്രോപ്പി പ്ലസ് ഈ ഒരു പോർഷൻ
ഇത്രയും ലേറ്റൻ്റ് ഹീറ്റിൻ്റെ പോർഷൻ്റെ ഒരു പാർട്ട്. അതായത് പോയിൻ്റ് വണ്ണിലെ എൻട്രോപ്പി S1 ഈസിക്കൽ ടു SEF1 പ്ലസ് ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് പോയിൻ്റ് 1 x1 ഇൻറ്റു SG1 മൈനസ് SEF1. ഓക്കെ, അതായത് S1ലെ എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാൻ അത് അതിൻ്റെ ആ വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിക്വിഡിൻ്റെ എൻട്രോപ്പി എന്താണോ അതേ പ്ലസ് ഡ്രൈനസ് ഫ്രാക്ഷൻ ഇൻറ്റു വേപ്പറിൻ്റെ എൻട്രോപ്പി മൈനസ് ലിക്വിഡിൻ്റെ എൻട്രോപ്പി ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് SF1 വേണം, SG1 വേണം, എങ്കിലേ നമുക്ക് S1 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ SEF1 എന്ന് പറഞ്ഞാൽ 1 നമുക്കറിയാം -15°C ആണ് 1ലെ ടെമ്പറേച്ചർ. അപ്പോൾ -15°C ലിക്വിഡിൻ്റെ എൻട്രോപ്പി എന്താണോ അതാണ് SF. അത് ആ വാല്യൂ തന്നെയാണ് SEF1. ഓക്കെ, ഇതുപോലെ -15°C വേപ്പറിൻ്റെ എൻട്രോപ്പി എന്താണോ ആ വാല്യൂ തന്നെയാണ് SG1. ഓക്കെ, അപ്പോൾ S1 നമുക്ക് കിട്ടുന്നത് S1 എന്ന് പറയുന്നത് SF1 പ്ലസ് x1 ഇൻറ്റു SG1 മൈനസ് SF1. അപ്പോൾ നമുക്കതിന് വേണ്ടി SF1 വേണം, SG1 വേണം. അപ്പോൾ SF1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -15°C ലിക്വിഡിൻ്റെ എൻട്രോപ്പിയാണ്. SG1 എന്ന് പറഞ്ഞാൽ -15°C വേപ്പറിൻ്റെ എൻട്രോപ്പിയാണ്. അപ്പോൾ നമുക്ക് SF1 കിട്ടി, SG1 കിട്ടി. അപ്പോൾ ഈ രീതിയിൽ എഴുതുവാണെങ്കിൽ നമുക്ക് ഗിവൺ ഡേറ്റ കംപ്ലീറ്റ് ആയിരിക്കും. ഇനി നമുക്ക് COP കാൽക്കുലേറ്റ് ചെയ്യണം. ഇക്വേഷൻസ് നമുക്കറിയാം. S1 ഈസിക്കൽ ടു SF1 പ്ലസ് x1 SG1 മൈനസ് SF1. അതുപോലെ H1 ഈസിക്കൽ ടു HF1 പ്ലസ് x1 HG1 മൈനസ് HF1. ഇനി S1ലെയും S2ലെയും എൻട്രോപ്പി, നമ്മൾ S2ലെ എൻട്രോപ്പി ആദ്യമേ കണ്ടുപിടിച്ചു. SG2 ഡാഷ് പ്ലസ് CP ഓഫ് ദ വേപ്പർ ഇൻറ്റു ln T2 ഡിവൈഡ് ബൈ T2 ഡാഷ്. ഇനി എൻതാൽപ്പി അറ്റ് പോയിൻറ്റ് 2 H2 കാണണം. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ HG2 ഡാഷ്, 2 ഡാഷിലെ എൻതാൽപ്പി എന്താണോ, 2 ഡാഷ് സാറ്റുറേറ്റഡ് വേപ്പർ ആയതുകൊണ്ട് HG2 ഡാഷ് എഴുതാം. HG2 ഡാഷ് പ്ലസ് CP ഓഫ് ദ വേപ്പർ ഇൻറ്റു T2 മൈനസ് T2 ഡാഷ്. ഇനി എൻതാൽപ്പി അറ്റ് പോയിൻറ്റ് 3 H3 എന്ന് പറഞ്ഞാൽ HF3 ഡാഷ്, 3 ഡാഷിലെ എൻതാൽപ്പി എന്താണോ അത് H3 ഡാഷാണ്. അതിന് നമുക്ക് HF3 ഡാഷ് എന്ന് വിളിക്കാം, കാരണം 3 ഡാഷിൽ സാറ്റുറേറ്റഡ് ലിക്വിഡാണ്. അപ്പോൾ HF3 ഡാഷ് മൈനസ് CP ഓഫ് ലിക്വിഡ് ഇൻറ്റു T3 ഡാഷ് മൈനസ് T3. ഇനി COP അണ്ടർ കൂളിംഗ് ഇല്ലാത്ത കേസിലാവുമ്പം H1 മൈനസ് H4 ഡിവൈഡ് ബൈ H2 മൈനസ് H1. അതിൽ ഈ H4ൻ്റെ വാല്യൂ മാത്രമാണ് മാറുക. H4 എന്ന് പറയുമ്പോൾ അണ്ടർ കൂളിംഗ് ഇല്ലാത്ത കേസിൽ H4 ഈസിക്കൽ ടു H3 ഡാഷ് ഈസിക്കൽ ടു HF3 ഡാഷ്. ഇനി അണ്ടർ കൂളിംഗ് ഉള്ള കേസിൽ H4ഉം H3യും ആയിരിക്കും ഈക്വൽ. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ട് അണ്ടർ കൂളിംഗ് ഇല്ലാത്ത ആദ്യത്തെ കേസ് എടുത്തു. അണ്ടർ കൂളിംഗ് ഇല്ലാത്ത കേസിലെ COP നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം പോയിൻറ്റ് 1ലെ ഡ്രൈനസ് ഫ്രാക്ഷൻ കാണണം. നമുക്കറിയാം S2 ഈക്വൽ ടു S1 ആണ്. ആ S1നെ നമുക്ക് ഇങ്ങനെ എഴുതാം, SEF1 പ്ലസ് x1 ഇൻറ്റു SG1 മൈനസ് SF1. S2വിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു. SF1 നമ്മൾ ഔത്തിൽ തന്നിട്ടുണ്ട്, നമ്മളത് എഴുതി. SG1ഉം SF1ഉം നമുക്കറിയാം, നമ്മളത് പറഞ്ഞതാണ്. ആദ്യം അൺനോൺ ആയിട്ടുള്ളൊരു പാരാമീറ്റർ എന്ന് പറയുന്നത് x1 ആണ്. അങ്ങനെ x1 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചു 0.997. ഇനി ഇതുപോലെ ഇപ്പോൾ നമുക്ക് ഡ്രൈനസ് ഫ്രാക്ഷൻ അറ്റ് പോയിൻറ്റ് 1 കിട്ടി, x1. ഇനി നമുക്ക് പോയിൻറ്റ് 1ലെ എൻതാൽപ്പി കാണണം. സോ H1 ഈസിക്കൽ ടു HF1 പ്ലസ് x1 ഇൻറ്റു HG1 മൈനസ് HF1. ഇതിൽ HG1ഉം HF1ഉം നമുക്ക് ഡേറ്റയിൽ തന്നിട്ടുണ്ട്. x1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ പോയിൻറ്റ് 1ലെ എൻതാൽപ്പി നമുക്ക് കിട്ടി H1 ഈസിക്കൽ ടു 180.4 കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് നമുക്ക് കിട്ടി. അങ്ങനെ പോയിൻറ്റ് 1ലെ എൻതാൽപ്പി കിട്ടി. ഇനി പോയിൻറ്റ് 2ലെ എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ HG2 ഡാഷ് പ്ലസ് CP ഓഫ് ദ വേപ്പർ ഇൻറ്റു T2 മൈനസ് T2 ഡാഷ്. ഈ ടെമ്പറേച്ചർ എല്ലാം അറിയാം, CP ഓഫ് ദ വേപ്പർ അറിയാം, HG2 ഡാഷ് നമുക്ക് തന്നിട്ടുണ്ട്. 2 ഡാഷിലെ എൻതാൽപ്പിയാണ് H2 ഡാഷ്.
അത് 2' സാച്ചുറേറ്റഡ് വേപ്പർ ആയതുകൊണ്ട് നമുക്ക് അതിനെ Hg2' എഴുതാം. അങ്ങനെ നമ്മൾ H2 കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ വാല്യൂ 194.96 കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ COP കാൽക്കുലേറ്റ് ചെയ്യുന്നു. H1 മൈനസ് H4 ഡിവൈഡ് ബൈ H2 മൈനസ് H1. H1ഉം H2 അറിയാം. H4 എന്ന് പറഞ്ഞാൽ അണ്ടർ കൂളിംഗ് ഇല്ലാത്ത കേസിൽ H4 ഈക്വൽ ടു H3' ഈക്വൽ ടു HF3'. ആ HF3' ഡയറക്റ്റ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് COP വാല്യൂ 9.27 എന്ന് കിട്ടുന്നു. ഇനി നമ്മൾ അണ്ടർ കൂളിംഗ് ഉള്ള കേസ് എടുക്കുന്നു. ആ കേസിൽ ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 4ലെ വാല്യൂ മാറുന്നു, H4. കാരണം H4 ഈക്വൽ ടു H3 ആവുന്നു. അപ്പോൾ നമുക്കിവിടെ H3 മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ മതി. കാരണം H1 സെയിം ആണ്, H2ഉം സെയിം ആണ്. ആകെ മാറുന്ന ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ H4 ആണ്. കാരണം H4 ഈക്വൽ ടു H3 ആണ് ഇവിടെ. അപ്പോൾ H3യിലെ നമുക്ക് എന്താൽപ്പി കാണണം. H3 എന്ന് പറഞ്ഞാൽ HF3' മൈനസ് CP ഓഫ് ദ ലിക്വിഡ് ഇൻറ്റു T3' മൈനസ് T3. ഇതിൽ നമുക്ക് എല്ലാ വാല്യൂ അറിയാം. ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് T3' മൈനസ് T3 ആണ് അവർ 5 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. സോ എന്താൽപ്പി അറ്റ് പോയിന്റ് 3 H3 ഈക്വൽ ടു 40.7 കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് COP കാണണം. ഇവിടെ H1 മൈനസ് H4 ഡിവൈഡ് ബൈ H2 മൈനസ് H1 എന്നാണ്. ആകെയുള്ള വ്യത്യാസം H4 ഈക്വൽ ടു H3 ആണ്. ഇപ്പോൾ എല്ലായിടത്തെയും വാല്യൂ അറിയാൻ നമ്മൾ COP കാൽക്കുലേറ്റ് ചെയ്യുന്നു 9.59. ഇപ്പോൾ ഈ രണ്ട് COP നമ്മൾ നോക്കുകയാണെങ്കിൽ അണ്ടർ കൂളിംഗ് ഇല്ലാത്തപ്പോൾ 9.27 കിട്ടി. അണ്ടർ കൂളിംഗ് ചെയ്യുന്ന സമയത്ത് COP കൂടി 9.59 ആയി. അതിന് കാരണം രണ്ട് കേസിലെയും വർക്ക് ഡൺ സെയിം ആണ്. പക്ഷേ രണ്ട് കേസിലും റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ വ്യത്യാസമാണ്. അണ്ടർ കൂളിംഗ് ഉള്ള കേസിൽ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. ഇനി നമ്മുടെ പ്രോബ്ലം കഴിഞ്ഞു. നമ്മുടെ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിലെ തിയററ്റിക്കൽ സൈക്കിൾസ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കംപ്രസറിൻ്റെ ഇൻലെറ്റ് വെറ്റ് വേപ്പർ ആണെങ്കിൽ കംപ്രസറിൻ്റെ എക്സിറ്റ് വരാനുള്ള സാധ്യത ഈ 3 കണ്ടീഷൻ വരാം. വെറ്റ് വേപ്പർ ആകാം, ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആകാം, സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആകാം. ഇനി കംപ്രസറിൻ്റെ ഇൻലെറ്റിൽ ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ആണെങ്കിൽ കംപ്രസറിൻ്റെ എക്സിറ്റിൽ ഉറപ്പായിട്ടും സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആകും. വേറെ ഒരു സാധ്യതയില്ല. ഇനി കംപ്രസറിൻ്റെ ഇൻലെറ്റിൽ സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആണെങ്കിൽ ഓഫ് കോഴ്സ് കംപ്രസറിൻ്റെ എക്സിറ്റിൽ സൂപ്പർ ഹീറ്റഡ് വേപ്പർ തന്നെയാകും. ഈ കാര്യം പ്രത്യേകം ഓർത്ത് വെക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്രസറിൻ്റെ എക്സിറ്റിൽ സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആണ് എങ്കിൽ നമുക്ക് 3 സാധ്യതകളാണ് ഉള്ളത്. വെറ്റ് വേപ്പർ ഇൻലെറ്റിൽ വരാം, ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ വരാം, അല്ലെങ്കിൽ സൂപ്പർ ഹീറ്റഡ് വേപ്പർ വരാം. അപ്പോൾ അത് പ്രത്യേകം ഓർത്ത് വെക്കുക. ഇപ്പോൾ കംപ്രസറിൻ്റെ എക്സിറ്റിൽ സൂപ്പർ ഹീറ്റഡ് ആണെന്ന് കരുതി ഇൻലെറ്റിൽ എപ്പോഴും സാച്ചുറേറ്റഡോ അല്ലെങ്കിൽ സൂപ്പർ ഹീറ്റഡോ വരണമെന്ന് നിർബന്ധമില്ല. ഇൻലെറ്റിൽ വെറ്റ് വേപ്പറോ ആകാം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു തിയററ്റിക്കൽ വേപ്പർ കംപ്രഷൻ സൈക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോബ്ലംസുകൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.